ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം നമ്മൾ എടുത്തതല്ലേ, എല്ലാവർക്കും ഓർമ്മയില്ലേ? അത് യൂട്യൂബിൽ നമ്മൾ ഫുൾ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ എക്സാം അടുത്ത്, നിങ്ങൾക്ക് ചൊവ്വാഴ്ച എക്സാമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പാഠം നമുക്ക് ഒറ്റ പാർട്ടിൽ തീർക്കണം. ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഈ പാഠം ഫുള്ള് തീർക്കണം. ഒപ്പം നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവണം. ഇത് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകണം. എന്നാൽ ഇത് കേട്ടിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത് കേട്ടിട്ട് അപ്പം തന്നെ പോസ് ചെയ്തിട്ട് പഠിക്കുക. എന്നിട്ട് ആകത്ത് കണ്ടു തീർത്താൽ മതി, പക്ഷെ പഠിക്കണം. ഓരോന്ന് കണ്ടിട്ട് ലാസ്റ്റ് ഒന്നിച്ചിരുന്ന് പഠിക്കാമെന്ന് വെക്കേണ്ട. അത് കാണുക, അപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം തന്നെ മനസ്സിലാക്കി പോവുക. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് വായിച്ച് നോക്കിയാലും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ചലനവും ബലവുമാണ്. അപ്പോൾ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ ചലിക്കുക, നീങ്ങുക. ഇപ്പോൾ ഒരു വസ്തു ചലിച്ച് ഇപ്പോൾ ഇവിടെയുള്ള വസ്തു ചലിച്ച് ബിയിലെത്തുകയാണെങ്കിൽ അത് ചലിച്ച് അതിനെന്തുണ്ടായി, മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയൽ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചലിക്കുന്നുണ്ടോ ചലിക്കുന്നില്ലേ എന്ന് പറയാം. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു ബസ്സിൽ പോവുകയാണ് വിചാരിക്കുക. ഒരു ബസ്സിൽ നിങ്ങൾ പോകുമ്പോൾ ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ബസ്സിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാനം മാറുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരയ്ക്കട്ടോ. അപ്പോൾ ഇതാണ് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബസ് ഇവിടെ അല്ലേ, ഫസ്റ്റ് ബസ്സിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് വിചാരിക്കുക. ബസ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളെ സ്ഥാനം ബസ്സിൻ്റെ ഉള്ളിൽ അവിടെ തന്നെയാണ്. പക്ഷെ ഒരാളിപ്പോൾ പുറത്തുനിന്ന് നോക്കുകയാണ് വിചാരിക്കുക. പുറത്തുനിന്ന് അയാൾ ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ഇരുന്ന്, പിന്നെ ബസ് പോയപ്പോൾ നിങ്ങൾ ഇവിടെ എത്തി. അപ്പം നിങ്ങളുടെ സ്ഥാനം മാറിയാൽക്ക് ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? നിങ്ങളുടെ സ്ഥാനം മാറിയില്ലേ പുറത്ത് നിൽക്കണാക്ക്? എന്നാൽ ബസ്സിലുള്ള ഡ്രൈവർക്ക്, നിങ്ങൾ മുന്നത്തെ സീറ്റിലാണ് ഇരിക്കണമെങ്കിൽ ഇവിടെ എത്തിയാലും മുന്നത്തെ സീറ്റിൽ തന്നെയാണ്. അപ്പം ബസ്സിലിരിക്കുന്ന ആളെ അപേക്ഷിച്ച് ഡ്രൈവറെ അപേക്ഷിച്ചിട്ട് സ്ഥാനം മാറിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഡ്രൈവർക്ക് നോക്കുമ്പോൾ നമ്മളെന്തായിരിക്കും, ആ ബസ്സിലിരിക്കുന്ന എല്ലാവരും അനങ്ങാതല്ലേ ഇരിക്കുന്നത്? ആരെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കണ്ട, അതായത് നടക്കണ്ട ബസ്സിൻ്റെ ഉള്ളിലൂടെ. അവിടെ ഒരു സീറ്റിലിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുകയല്ലേ. അപ്പം നിശ്ചലാവസ്ഥയിലല്ലേ ബസ്സിനകത്ത്. എന്നാൽ പുറത്തുള്ള ആളെ നോക്കും, പുറത്തുള്ള ആൾക്ക് എന്താ തോന്നുക? സംഭവം ഈ കസേരയിൽ തന്നെ ഇരിക്കുന്നത്, പക്ഷേ ബസ് ഓടുന്നതിനനുസരിച്ച് സ്ഥാനം മാറി. ഇപ്പോൾ പുറത്തുള്ള ആൾക്ക് സ്ഥാനം മാറിയേൽക്കും തോന്നും, ചലിക്കുന്ന പോലെയും തോന്നും. ഉള്ളിലുള്ള ആൾക്ക് എന്തെങ്കിലും നിശ്ചലാവസ്ഥയായിട്ടും തോന്നും. ഇപ്പോൾ ഇനി വേറെ എക്സാമ്പിൾ. അപ്പം ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അതോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയൽ നമ്മൾ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണോ അതിനനുസരിച്ചാണ്. അടിസ്ഥാന വസ്തുവിനെ നോക്കിയിട്ടാണ്, ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുക. ഇപ്പോൾ കറങ്ങണ ജയൻറ്റ് വീല്, ഈ വീലിൽ ചിലവർ കയറിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതിൽ കയറുമ്പോൾ പുറത്തുള്ള ആൾക്ക് എന്താണ്, അപ്പോൾ ആ കൊട്ടയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങണ കണ്ടിട്ടേ, കൊട്ടയിൽ കയറി ഇരുന്ന് കറങ്ങുമ്പോൾ ഇപ്പോൾ രണ്ട് കുട്ടികൾ, ഇപ്പോൾ ഇതാണ് അതിലിരിക്കുന്ന കൊട്ട വിചാരിക്കുക. രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുക, ഇരിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ ഇരിക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ അവർക്ക് അറിയാം, ഞാനും ഇരിക്കുകയാണ് ഇയും ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും നിശ്ചലാവസ്ഥയിലാണ്, നമ്മൾ മൂവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ജയൻ്റെ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവരെ പെട്ടി ആദ്യം ഇവിടെ ആയിരിക്കും, പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും, പിന്നെ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ അവർ പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, ഇവർ കറങ്ങണ പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇവർ ഒരു കസേരയിൽ ഒരു കൊട്ടയിൽ ഇരിക്കുന്നവർക്ക് തമ്മിട്ട് നിശ്ചലാവസ്ഥയിലായിരിക്കും. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിശ്ചലാവസ്ഥയിലല്ലേ അല്ലേ? ഞാനും എൻ്റെ അടുത്തിരിക്കുന്നു, ഇയും എൻ്റെ അടുത്തിരിക്കുന്നു, നമ്മൾ മൂവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ തറയിൽ നിന്നിട്ട് ഒരാൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ജയൻ്റെ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ മൂവ് ചെയ്യണേൽക്ക് ഇയാൾക്ക് എന്ത് ചെയ്യും, തോന്നുകയാണ്. അപ്പം തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചലനാവസ്ഥയിലേക്ക്. ഇനിയിപ്പോൾ ഒരു കുതിര സവാരി ചെയ്യാണ്. നമ്മളൊരു കുതിരയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ കുതിരയാണ് സംഭവം നടക്കുന്നത് അല്ലേ? കുതിരയാണ് എന്ത് ചെയ്യുന്നത്, കുതിരയാണ് പോകുന്നത്. അപ്പം കുതിരയ്ക്ക് എന്താ തോന്നുന്നത്, അതിൻ്റെ ബാക്കിൽ അയാൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് അല്ലേ? അയാൾ നടക്കണമൊന്നുമില്ല, കുതിരൻ്റെ പുറത്ത് ഇരിക്കണുള്ളൂ. കുതിരയെ അപേക്ഷിച്ചിട്ട് ആ സവാരി ചെയ്യുന്ന ആളെന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കണുള്ളൂ. പക്ഷേ പുറത്ത് തറയെ അപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും, തറേനെ അപേക്ഷിച്ച് കുതിര നീങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ നീങ്ങണേൽക്ക് ഫീൽ ചെയ്യുള്ളൂ. അതൊരു ഫീൽ ചെയ്യലാണ്.
അപ്പോൾ തറേനെ അപേക്ഷിച്ച് എന്തായിരിക്കും? ചലനാവസ്ഥയിലായിരിക്കും. തറേനെ അപേക്ഷിച്ച് ആദ്യം ഇവിടെ ആയിരിക്കും കുതിര ഉണ്ടായിരുന്നു, അപ്പോൾ ഇയാൾ ഇവിടെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുതിര ഇവിടെ എത്തുമ്പോൾ അയാളെ സ്ഥാനം ഇവിടെ എത്തി, അപ്പോൾ സ്ഥാനം മാറിയില്ലേ? എന്നാൽ കുതിരൻ്റെ പുറത്ത് അയാളുടെ സ്ഥാനം മാറുണ്ടാ? ഇല്ല. കുതിരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ എന്തിനെ അപേക്ഷിച്ച് നോക്കണം, അതിനനുസരിച്ചാണ് നമ്മൾ ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കിളിയില്ലേ, പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല ഒരു കിളി പറന്നു പോവുകയാണ്. ഒരു കിളി പറന്നു പോവുകയാണ്. അപ്പോൾ ഒരു കിളി പറന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൊക്കിലൊരു മരച്ചില്ല ഉണ്ട് വിചാരിക്കാം. അപ്പോൾ കിളിനെ അപേക്ഷിച്ചിട്ടില്ലേ, കിളിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ മരച്ചില്ല എന്താണ്? റെസ്റ്റിലല്ലേ? മരച്ചില്ല നീങ്ങുന്നുണ്ടോ? ഇല്ല. എന്നാൽ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ നോക്കുകയാണെങ്കിൽ കിളി പാറുന്നതിനനുസരിച്ച് ഫസ്റ്റ് കിളിയുടെ വായയിൽ ഇവിടെ ഇരുന്ന മരച്ചില്ല, കിളി ഇവിടെ എത്തിയില്ല മരച്ചില്ലേ, കിളിൻ്റെ ഒപ്പം മരച്ചില്ല മൂവ് ചെയ്യണില്ലേ? അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്തായി? മരച്ചില്ല നീങ്ങുന്നുണ്ട്, ചലനാവസ്ഥയിലാണ്. പക്ഷെ കിളിക്ക് എന്താണ്? കിളിയുടെ കൊക്ക് തന്നെയാണ് ആ സാധനം ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും. അങ്ങനത്തെ ഈ എല്ലാ എക്സാമ്പിളും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും മനസ്സിലാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഓരോന്നിനെ ആശ്രയിച്ചാണ്, ഞാൻ പറയില്ല, കിളിനെ ആശ്രയിച്ച് നോക്കുമ്പോൾ കിളിക്ക് എന്താണ്? കിളിയുടെ കൊക്കിലിരിക്കുന്ന സാധനം എന്ത് ചെയ്യാണ്? നിശ്ചലാവസ്ഥയിലാണ്. പക്ഷെ വേറൊരാൾക്ക് തറയിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കിളി പാറുന്നതിനനുസരിച്ച് കിളി ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കും ആ മരച്ചില്ല, കിളി ഇവിടെ എത്തിയാൽ ഇവിടെ എത്തി, കിളി പറന്ന് ഇപ്പുറത്തിരുന്നാൽ ഇവിടെ ഇല്ല മരച്ചിലിൻ്റെ സ്ഥാനം, അപ്പോൾ സ്ഥാനം മാറിയില്ലേ? എന്നാൽ കിളിക്ക് എപ്പോഴും കൊക്കിൽ തന്നെയാണ്, അപ്പോൾ സ്ഥാനം മാറണ്ട? ഇല്ല. ഇനി സൗരയുദ്ധത്തിലെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സൂര്യൻ ഇവിടെ ഉണ്ട്, ഭൂമി എന്ത് ചെയ്യാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി എന്തായിരിക്കും? മോഷനിലായിരിക്കും. സൂര്യൻ ഇങ്ങനെ സെൻട്രലിൽ നിൽക്കുമ്പോൾ ഭൂമി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ഭൂമി മോഷനിലായിരിക്കും. അപ്പോൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഇവിടെ അല്ലേ, ചന്ദ്രനെ അപേക്ഷിച്ചിട്ട് ഭൂമി സ്വയം കറങ്ങണില്ലേ, അപ്പോൾ ഭൂമി എന്തായിരിക്കും? മോഷനിൽ തന്നെ ആയിരിക്കും. സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭൂമി എന്ത് ചെയ്യുന്നു? സ്വയം ഒറ്റയ്ക്ക് കറങ്ങണമുണ്ട്. പരിക്രമണം ഭ്രമണമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ അത്. അപ്പോൾ രണ്ടിനെ അപേക്ഷിച്ചും ഭൂമി എന്താണ്? ചലനാവസ്ഥയിലായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരു ലോറി ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ലോറിൻ്റെ പിന്നിൽ നമ്മൾ എന്ത് ചെയ്യും? മരത്തടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോറി ഡ്രൈവർക്ക് മരത്തടിയൊന്നും നീങ്ങണില്ല. മരത്തടി നീങ്ങിയിട്ടുണ്ടെങ്കിൽ മരത്തടി വേറെ എവിടേക്കെങ്കിലും പോകില്ല, ഇല്ല. ലോറിൻ്റെ പിന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് മരത്തടിയൊക്കെ ലോറിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ പുറമേ നിന്ന് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഇരുഭാഗത്തുള്ള മരങ്ങളെ അപേക്ഷിച്ച്, മരങ്ങളൊക്കെ പുറത്തല്ലേ ഉള്ളത്, മരങ്ങളെ അപേക്ഷിച്ച് എന്ത് ചെയ്യാണ്? മരത്തടിയും എന്ത് ചെയ്യാണ്? മോഷനിലാണ്. ഇപ്പം ഈ മരത്തിൻ്റെ അടുത്താണ് ഫസ്റ്റ് മരത്തടി ഉണ്ടായിരുന്നെങ്കിൽ ലോറി നീങ്ങിക്കഴിഞ്ഞാൽ ഈ മരത്തിൽ നിന്ന് പോയില്ലേ. അപ്പം മരത്തിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യും? നീങ്ങിയിട്ടുണ്ടാവും. പിന്നെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിന് ഇപ്പം എന്താ പ്രശ്നം? അത് അവിടെ റെസ്റ്റിലൂടെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ അപേക്ഷിച്ച് അത് റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. നിശ്ചലാവസ്ഥയിലല്ലേ. പക്ഷേ സൂര്യനെ അപേക്ഷിച്ച് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്ത് സൂര്യൻ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം ഭൂമി ഇവിടെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഭൂമി കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ മേശയിലിരിക്കുന്ന ബുക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലേ. അപ്പം എന്ത് ചെയ്യാണ്? സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും? പുസ്തകം നീങ്ങണേൽക്ക് തോന്നും. പക്ഷെ പുസ്തകം ആക്ച്വലി നീങ്ങണ്ട? ഇല്ല. അതിങ്ങനെ ഒരു ആപേക്ഷികമായിട്ട് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനെ ആശ്രയിച്ചിട്ടല്ലേ പറയുന്നത്. നമ്മളെ ആശ്രയിക്കാനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ബസ് ആലോചിച്ചാൽ മതി. ബസ്സിൽ ഡ്രൈവർക്ക് തോന്നൽ ബസ്സിലിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്. ഇപ്പോൾ മുന്നത്തെ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണ് വിചാരിക്കുക. ബസ്സിലെ ഡ്രൈവർക്ക് തോന്നൽ എന്താണ്? റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ പുറത്തുള്ള ഒരാൾക്ക് തോന്നൽ എന്താണ്? അയാൾ ആദ്യം എന്ത് ചെയ്ത് തിരൂരെത്തി, ഇപ്പം എന്ത് ചെയ്ത് വേറെ സ്ഥലത്തെത്തി. അപ്പം മോശനല്ലേ ഇയാൾ ഇവിടെ ബസ്സിൻ്റെ ഉള്ളിൽ മിണ്ടാതെ അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിലും ബസ് നീങ്ങുമ്പോൾ എന്ത് ചെയ്യും? അയാൾ കുമാരമ്പടി ഇരുന്ന ആൾ അയ്യപ്പൻകാവ് എത്തിയെന്ന് അറിയില്ലേ. അങ്ങനെ സ്ഥലം മാറുമ്പോൾ അയാളെ സ്ഥാനം മാറുന്നുണ്ടില്ലേ. അതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം.
എന്താണ് അവലംബക വസ്തു? നിങ്ങളോട് ഇപ്പോൾ എക്സാമിന് എന്താണ് അവലംബക വസ്തു എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിൻ്റെ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. നമ്മൾ ഏത് വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ പറയുന്നത് അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുകയാണെങ്കിൽ വസ്തു എന്താണ്? ചലനാവസ്ഥയിലാണ്. ഇപ്പോൾ കുതിര സവാരി ചെയ്യുന്ന ആൾ നമ്മൾ എന്തിനപേക്ഷിച്ച്, തറേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഒരു വസ്തു ചലനത്തിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയൽ എന്താണ്? ഏതെങ്കിലും ഒരു വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് അല്ലേ? ഒന്നില്ലെങ്കിൽ തറേനെ ആശ്രയിച്ചിട്ടാവാം. ഇപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡ്രൈവറെ ആശ്രയിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ തറേനെ ആശ്രയിച്ചിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തിനെ ആശ്രയിച്ചായിട്ടാണോ പറയുന്നത് ആ അടിസ്ഥാനമാക്കുന്ന വസ്തു. ഇപ്പോൾ തറയാണെങ്കിൽ തറ, ബസ്സിൻ്റെ ഡ്രൈവറാണെങ്കിൽ ഡ്രൈവർ, ആ വസ്തുവിനെ പറഞ്ഞ പേരാണ് എന്ത്? അവലംബക വസ്തു. അപ്പോൾ അത് പഠിക്കണം. അവലംബക വസ്തു ഒരു വസ്തുവിൻ്റെ ചലനമാണെങ്കിലും നിശ്ചലാവസ്ഥയാണെങ്കിലും നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് എന്തെന്ന് പറയുന്നത്? അവലംബക വസ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ വസ്തു ചലനാവസ്ഥയിലാണ്. ഇപ്പോൾ തറേനെ അപേക്ഷിച്ച് ബസ്സിലിരിക്കുന്ന ആളുടെ സ്ഥാനം മാറുന്നുണ്ട്. ഫസ്റ്റ് ബസ് ഇവിടെ ആകുമ്പോൾ ഇയാളുടെ സ്ഥാനം ഇവിടെ ആയിരുന്നു. ബസ് പിന്നെ ഇവിടേക്ക് നീങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്തിയാൽ അയാളുടെ സ്ഥാനം മാറുകയാണെങ്കിൽ എന്താണ്? ചലനാവസ്ഥയിലാണ്. ഇപ്പോൾ കുതിരയിൽ സവാരി ചെയ്യുന്ന ആൾ തറേനെ അപേക്ഷിച്ച് കുതിര ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും? കുതിര ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും? ആളും ഇവിടെ ആയിരിക്കും. കുതിര ഓടി ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യും? ആളും ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്ഥാനം മാറിയില്ല, അപ്പോൾ ചലനാവസ്ഥയിലാണ്. എന്നാൽ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ഇപ്പോൾ കുതിര സവാരി ചെയ്യുന്ന ആൾ കുതിരയെ അപേക്ഷിച്ച്, കുതിരയ്ക്ക് പുറത്തിരിക്കുന്ന ആൾ നീങ്ങുന്നൊന്നുമില്ല. ഇപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ബസ്സിലത്തെ ഡ്രൈവർക്ക് എന്ത് ചെയ്യാൻ നീങ്ങണില്ല. അപ്പം എന്താണ്? അയാൾ നിശ്ചലാവസ്ഥയിലായിട്ട് തോന്നും. അപ്പോൾ എന്തിനാണോ അടിസ്ഥാനമാക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? അവലംബക വസ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഫുള്ള് പഠിക്കണ്ടേ? ഇതിപ്പോൾ തന്നെ പഠിച്ചോളി. എന്നിട്ട് അടുത്തേക്ക് പോവാം. ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഇവിടുന്ന് സ്കൂൾ വരെ നടന്നു പോവുകയാണ് വിചാരിക്കുക. അപ്പം നമ്മൾ സഞ്ചരിക്കുന്നില്ലേ? ഇപ്പം നിങ്ങളുടെ വീട് ഇതാണെങ്കിൽ ഇവിടുന്ന് സ്കൂൾ വരെ നടന്നു പോവുകയാണെങ്കിൽ ആ സഞ്ചരിച്ച ഇത് എത്ര നീളമാണോ നിങ്ങൾ സഞ്ചരിച്ച അത്ര. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. അതായത് ആ പാത വഴിയുടെ നീളമാണ് ദൂരം. പിന്നെ ദൂരത്തിൻ്റെ SI യൂണിറ്റ്, നമ്മൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാന്ന് പറഞ്ഞില്ലേ? അപ്പം ദൂരം ഒരു ലെങ്ത്ത് അല്ലേ, നീളമല്ലേ? നമ്മൾ അളക്കാൻ പറ്റിയ സാധനമല്ലേ ഇവിടുന്ന് കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പം SI യൂണിറ്റ് ഏതാണ്? മീറ്റർ. അപ്പം നമ്മൾ അറിയും 1 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് പോകാൻ. അപ്പോൾ SI യൂണിറ്റ് കിലോമീറ്റർ അല്ല, മീറ്ററാണ്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദൂരം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കൂടെ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം. ഇവിടുന്ന് ഇവിടെ അറ്റം പോകണമെങ്കിൽ ഈ വഴിയുടെ പാതയുടെ നീളം. ഇനി അടുത്തത് ഓഡോമീറ്ററും സ്പീഡോമീറ്ററും. അത് രണ്ടും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ അറിയണം. എന്താണ് ഓഡോമീറ്റർ? നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം ഉണ്ടാവില്ലേ, അതിനെയാണ് ഓഡോമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ദൂരം എന്തിലാണ് കാണിക്കുക? മീറ്ററിൽ കാണിക്കാൻ പറ്റില്ല. വണ്ടിയൊക്കെ കുറേ ദൂരം സഞ്ചരിക്കുന്നതല്ലേ, അപ്പോൾ കിലോമീറ്ററാണ് വലുത്. അപ്പോൾ കിലോമീറ്ററിലായിരിക്കും ഇത്. ചെറിയ കാര്യമാണെങ്കിൽ നമുക്ക് മീറ്ററിൽ പറയാം. ഇപ്പോൾ തുണിയുടെ നീളമൊക്കെ മീറ്ററിൽ പറയാമെന്ന് ഞാൻ മുന്നേ പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്ന. എന്നാൽ വലിയ ഇവിടുന്ന് കോഴിക്കോട് എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ കിലോമീറ്ററിലാണ് പറയുക. അപ്പോൾ ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ദൂരം കാണിക്കുന്ന ഉപകരണമാണ്. ഇനി സ്പീഡോമീറ്റർ എന്താണ്? വാഹനങ്ങളുടെ വേഗമാണ്. എന്താണ് ഇത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നെ വേഗത അല്ലേ? അപ്പോൾ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ വേഗം കാണിക്കുന്നത്, ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ദൂരം കാണിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. അത് കിലോമീറ്ററിലാണ് പറയുക. വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ഓക്കെ. ഇനി അടുത്തത് ഒരു A to F. ഒരു ട്രെയിന് A മുതൽ F വരെ സഞ്ചരിക്കുന്നു. ഇത് റെയിൽപാതയാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ട്രെയിൻ സഞ്ചരിച്ച് ദൂരം കാണിക്കുക. ABCDEF ജിലൊക്കെ കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല? കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിൽ സഞ്ചരിച്ചിട്ടില്ല, അപ്പോൾ എത്രയായിരിക്കും? 0 അല്ലേ? ബിയിലെത്തിയപ്പോൾ എത്ര സഞ്ചരിച്ചു? 60 അല്ലേ? 60. സിയിലെത്തിയപ്പോൾ എത്രയായി? 110. പിന്നെ ഡിയിലെത്തിയപ്പോൾ 150. പിന്നെ ഇയിലെത്തിയപ്പോൾ 250. എഫിലെത്തിയപ്പോൾ എത്രയും 320.
ഇവിടെ മുതൽ ഇവിടെ അറ്റുള്ളത് അതാണത്. ഇനി അടുത്തത് വേഗം. വേഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡിൽ, എത്ര സ്പീഡിൽ ഇപ്പോൾ ഒരാൾ ഓട്ട മത്സരത്തിൽ വേഗം എന്ന് പറഞ്ഞാൽ എത്ര സ്പീഡിൽ അവിടെ എത്തിയെന്നല്ലേ വേഗം. യൂണിറ്റ് സമയത്തിൽ, അപ്പോൾ നമ്മളൊരു ഡെഫിനിഷനായിട്ട് ഇപ്പോൾ ദൂരം എന്താണെന്ന് ചോദിച്ചാൽ പാതയുടെ നീളം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വേഗം യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരം. ഒരു ദൂരം തന്നെയാണ് വേഗം, പക്ഷെ അത് ഏത് സമയത്താണ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 നട്ടാ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്, 1 മണിക്കൂർ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ദൂരമാണ് വേഗം. അപ്പോൾ യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരം. അപ്പോൾ ഈ മറ്റ് പാതയുടെ നീളമാണ് നമ്മളെന്ത് പറഞ്ഞത്, ദൂരം എന്ന് പറയുന്നത്. വേഗം എന്ന് പറയുകയാണെങ്കിൽ യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരം, യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ചതായിരിക്കും. പിന്നെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ആവശ്യം വരും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചിലപ്പോൾ ആവശ്യം വരും. കിലോമീറ്റർ പെർ അവർ ഇല്ലേ, അതായത് കിലോമീറ്റർ പെർ അവർ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ. കിലോമീറ്റർ മണിക്കൂർ, അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂറല്ലേ, കിലോമീറ്റർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മളില്ലേ 5/80 വെച്ചിട്ട് ഗുണിച്ചാൽ മതി. 5/80 ഓർത്ത് വെച്ചാൽ മതി. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ എന്താണത് 5/80 എന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ 5/80 വെച്ചിട്ട് നമ്മൾ ഗുണിച്ചാൽ മതി. ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എഴുതട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 72 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. അതിന് നമുക്ക് എന്താക്കണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്തായിട്ട് ഗുണിക്കണോ, 5/80 വെച്ചിട്ട് ഗുണിക്കുക. 72 × 5/8 18. ഇത് വെച്ചിട്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടൽ എത്രയാണ്, 20ആണ്. അത് നമ്മൾ ഗുണിച്ച് നോക്കിയാൽ മതി. ഗുണിച്ച് നോക്കിയാൽ 20 കിട്ടും. അപ്പോൾ എന്താണ്, 20 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടുക. ഇനി എന്ത് ചെയ്യുക, ഇനി ഇപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് 20 മീറ്റർ പെർ സെക്കൻഡിന് എന്ത് ചെയ്യുക, കിലോമീറ്റർ പെർ അവർക്കാണ് ആക്കേണ്ടതെങ്കിൽ, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലുതിക്ക് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 20നെ എന്ത് ചെയ്യണം, 18/5 ഗുണിക്കണം. 20നെ 18/5 ഗുണിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, 72 എന്ന് കിട്ടും. 20 × 18 ആയിരിക്കണം 5 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, 72 കിട്ടും. അപ്പോൾ വലുതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീറ്റർ അല്ലേ ചെറുത്, മീറ്ററിന് വലുത്, കിലോമീറ്ററിലേക്ക് ആക്കാൻ പറയുമ്പോൾ ഏതാ, 18/5ആണ്. ഇത് നേരെ തല തിരിച്ചിട്ട് ചെറുതാക്കാനാണെങ്കിൽ 5/18. ഇപ്പം കിലോമീറ്ററിൽ തന്ന സാധനം മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതിക്കാണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഗുണിച്ചാൽ മതി. 5/18. 5 ആരാണ്, 5 എന്ന് പറഞ്ഞാൽ 5ലും 18ലും ഏതാ ചെറുത്, 5 അല്ലേ. അപ്പോൾ 5/18 ചെറുതിക്കാക്കാൻ വേണ്ടിയിട്ട് 5/18, വലുതിക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 18/5. ഇത് നേരെ 18 വലുത്, അപ്പോൾ 18 മുകളിലിട്ടിട്ട് 5 ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കിട്ടിയല്ല. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറയാം, അഥവാ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ. കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്രയായിട്ട് ഗുണിക്കണം, ആ കിലോമീറ്ററിനെ 5/80 വെച്ചിട്ട് ഗുണിക്കണം. എത്ര കിലോമീറ്റർ ആണോ തന്നത്, ഇപ്പോൾ 50 കിലോമീറ്റർ ആണെങ്കിൽ 50, 60 കിലോമീറ്റർ ആണെങ്കിൽ 60, 70 കിലോമീറ്റർ ആണെങ്കിൽ 70 × 5/80 ചെയ്താൽ എന്തായി മാറും, ചെറുതായിട്ടുള്ള മീറ്ററൊക്കെ ആവും. നേരെ തിരിച്ചാണെങ്കിൽ ഏതായിട്ടാണ് ഗുണിക്കേണ്ടത്, ഏതായിട്ടാണ് ഗുണിക്കാൻ ഞാൻ പറഞ്ഞത്, 80/5. ഓക്കെ, അപ്പോൾ 80/5 വലുതിക്ക് ആക്കുകയാണ്. കിലോമീറ്റർ പെർ അവർക്ക്
നമ്മുടെ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ അവർക്ക് ആക്കണമെങ്കിൽ എന്തായിട്ട് ഗുണിക്കണം? 18/5. ഇനി മറക്കരുത്. ഇനി നമുക്ക് വേറൊരു കാര്യം കാണാം. വേഗം, ദൂരം, സമയം. ഈ 3 കാര്യമാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. എന്തൊക്കെയാണ്? വേഗം, ദൂരം, സമയം. ഇപ്പം നിങ്ങൾക്ക് വേഗം കാണാൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദൂരം ഉണ്ടാവില്ലേ? ദൂരത്തിനെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? വേഗം കിട്ടും. ഇനി എവിടെ വേഗം കാണാൻ പറഞ്ഞാലും ഇല്ല, വേഗത കാണാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ വേഗത കാണണം എന്ന് പറഞ്ഞാൽ ദൂരം തന്നിട്ടുണ്ടോ നോക്കുക. ഇപ്പം ഒരു 100 മീറ്റർ. സമയം തന്നിട്ടുണ്ടോ നോക്കുക. ചിലപ്പോൾ 5 ആയിരിക്കും, 5 സെക്കൻഡ് തന്ന്. അപ്പോൾ ഇതിനെ അരിച്ച് നോക്കിയാൽ എത്ര കിട്ടും നമുക്ക്? 20. ഇപ്പം 4 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ വേഗത എത്രയാണ്? 4നെ 2 ആയിട്ട് വെച്ചാൽ 2 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടോക്കെ. എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണ്. 75 മീറ്റർ ഉണ്ട്. എ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 75 മീറ്റർ. അതിന് അവർ എത്ര ടൈം എടുത്തു? സമയം. സെക്കൻഡിൽ തന്നാൽ അതെന്തായിരിക്കും? സമയമായിരിക്കും. 5 സെക്കൻഡ് എടുത്ത്. അപ്പോൾ വേഗത കാണാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ദൂരത്തിനെ സമയം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ദൂരം ഇവിടെ എത്രയാണ്? 75. 75ന് എന്തായിട്ടായിരിക്കണം? 5 ആയിട്ടായിരിക്കണം. അപ്പോൾ 75/5 ചെയ്തപ്പോൾ എത്ര കിട്ടി? 75/5 ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, 15 കിട്ടി. അരിക്കാൻ അറിയില്ല എല്ലാവർക്കും ഇവിടെ ചെയ്യുക. 1 5 5 25 5 5 25 ഇതിനടിയിലായിട്ടുണ്ട്. അപ്പോൾ അരിക്കാൻ ആർക്കും അറിയാത്തില്ലല്ല. അപ്പോൾ 15 ഗുണനപ്പട്ടികയൊക്കെ ഇടയ്ക്ക് ചൊല്ലി നോക്കുക, അറിയാത്തവർ പഠിക്കുക. ഓക്കെ. ഇനി ഇവിടെ ഒരു ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ടെക്സ്റ്റ് വെക്കണം കേട്ടോ നിങ്ങളെ. ഒരു കുട്ടി ഒരു 3 കുട്ടികളുണ്ട്. എ എന്ന് പറഞ്ഞ കുട്ടി, ബി എന്ന് പറഞ്ഞ കുട്ടി, സി എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ അവർ സഞ്ചരിച്ച ദൂരം എല്ലാവരും 400 മീറ്ററാണ് എന്ത് ചെയ്യണത്? സഞ്ചരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇയാൾ 150 സെക്കൻഡ് എടുത്തു, ഇയാൾ 120 സെക്കൻഡ് എടുത്തുള്ളൂ, ഇയാൾ 400 സെക്കൻഡ് എടുത്തു. അപ്പോൾ ആർക്കായാലും വേഗത കൂടുതൽ, കുറഞ്ഞ സമയം. അപ്പം ഞാൻ ഒരാളോട് എന്ത് ചെയ്യാണ്? സ്കൂളിലെത്താൻ പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഇത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കാനുണ്ടാവും സ്കൂളിൽ. എല്ലാവരും ഇപ്പോൾ ഈ വീട്ടിലാണ് എല്ലാവരും വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് എത്തണം. അപ്പോൾ 400 മീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ എല്ലാവരും ഒരേപോലെ സഞ്ചരിക്കണം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആരവിടെ എത്തണോ അവർക്കായിരിക്കില്ല സ്പീഡ് കൂടുതൽ അല്ലേ. ഇത് 120 സെക്കൻഡ് കൊണ്ട് എത്തി, ഇതിന് 150 സെക്കൻഡ് വന്ന്, ഇതിന് 400 സെക്കൻഡ് വേണം ഇത് നടന്ന് തീർക്കാൻ. അപ്പോൾ ആർക്കായിരിക്കും വേഗത? സമയം കുറച്ചെടുത്ത ആൾക്കല്ലേ, കുറച്ച് സമയം എടുത്ത ആളല്ലേ പെട്ടെന്ന് സ്പീഡ് നടന്നാൽ കുറച്ച് സമയം എടുക്കുള്ളൂ. മെല്ലെ ആക്കത്തിൽ പതുക്കെ നടന്നാൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഈ കുറച്ച് സമയം എടുത്ത ആൾക്ക് വേഗത കൂടുതൽ. പിന്നെ 150 അല്ലേ, പിന്നെ 150 അല്ലേ. 400 വലുതാണ്, അപ്പോൾ കുറേ ടൈം എടുത്ത്, ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനാണ് ഫസ്റ്റ്. ഇനി സമവേഗവും അസമവേഗവും ഉണ്ട്. ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക? സമവേഗം എന്ന് പറയാം. ഇപ്പോൾ തുല്യമായ ഇപ്പോൾ ഈ 5 മിനിറ്റിൽ എന്ത് ചെയ്ത് 1 കിലോമീറ്റർ സഞ്ചരിച്ച് വിചാരിക്കുക. അടുത്ത 5 മിനിറ്റിലും 1 കിലോമീറ്റർ തന്നെ, അടുത്ത 5 കിലോമീറ്ററിലും 1 കിലോമീറ്റർ തന്നെ. ഇങ്ങനെ കൃത്യമായിട്ട് തുല്യമായ ഇടവേളകളിൽ തുല്യമായ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? സമവേഗം എന്ന് പറയും. അപ്പോൾ തുല്യമായ ഇടവേളകളിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിച്ച് അതിനെന്ത് പറയും? അസമവേഗം എന്ന് പറയും. സമമല്ലാത്ത വേഗത്തിനാണ് എന്തെന്ന് പറയാം? അസമവേഗം എന്ന് പറയാം. ഇനി അടുത്തത് ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബലം ഒരു ടേബിൾ നീക്കിയിടാൻ പറഞ്ഞു, ടേബിൾ വലിക്കുക, നമുക്ക് ബലം കൊടുക്കണ്ടേ? ഇപ്പോൾ ഒരു വണ്ടി തള്ളാൻ പറഞ്ഞു, നമ്മൾ തള്ളുമ്പോഴും എന്ത് ചെയ്യും? ബലം കൊടുക്കണ്ടേ? നല്ല ബലം കൊടുത്താലല്ലേ വണ്ടി നീങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ തള്ളൽ അല്ലെങ്കിൽ വലിക്കൽ, ഇതിനൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത്? നമ്മൾ ബലം എന്ന് പറയാം. വലിക്കൽ എങ്ങനെയാണ്?
നമ്മളിപ്പോൾ വടംവലി ബലം കൊടുത്തിട്ടല്ലേ വലിക്കുക, തള്ളൽ, വണ്ടി തള്ളൽ, ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുക ബലം എന്ന് പറയുന്നത്. ഈ ബലം വഴി എന്തൊക്കെ ഉണ്ടാവാം? ചിലപ്പോൾ ആകൃതിക്ക് മാറ്റം വരുത്താം. നമ്മളിപ്പോൾ ഒരു മൺകട്ട ഉണ്ട്, നല്ലൊരു ഇടി കൊടുത്താൽ അതിൻ്റെ ആകൃതി മാറൂലേ. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ദിശ മാറ്റാൻ ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ ഒരു ബോൾ ഉരുണ്ട് വരുന്നുണ്ട്, അപ്പം നമുക്ക് ഇവിടുന്ന് ഒരൊറ്റ അടി ഇവിടുന്ന് കൊടുത്തൊരു ബലം കൊടുത്ത് ഇതിൻ്റെ ഇങ്ങോട്ട് ദിശ മാറ്റിക്കൂടെ, ഇങ്ങനെ പോണ സാധനം. ഇപ്പോൾ ഒരു ബോൾ ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ 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 ഉരുണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരാളൊറ്റ തട്ട് കൊടുത്തു, അപ്പോൾ ഇതിൻ്റെ ദിശ ഇങ്ങനെ പോകേണ്ട ആൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു, ഇങ്ങനെ പോകില്ലേ. അപ്പോൾ ബലത്തിന് എന്ത് മാറ്റം വരുത്താം? ദിശ മാറ്റാൻ പറ്റും, ആകൃതിക്ക് മാറ്റം വരുത്താം. പിന്നെ എന്ത് വെച്ചാൽ ഇപ്പോൾ ഉരുണ്ട് വരുന്ന ഒരു ബോളിനെ നമുക്ക് കൈ വെച്ച് തടഞ്ഞൂടെ, അപ്പം നമുക്ക് അതിനെ നിർത്താൻ സാധിക്കില്ല, നിശ്ചലാക്കാൻ പറ്റൂലേ. അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഈ ബലത്തിൻ്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുക? പഠിക്കുക. തള്ളൽ അല്ലെങ്കിൽ വലിക്കലിനെയാണ് ബലം എന്ന് പറയുന്നത്. ഇതുവഴി എന്തൊക്കെ സാധിക്കും? ആകൃതി മാറ്റാൻ പറ്റും, ദിശ മാറ്റാൻ, നിശ്ചലമാക്കാനും പറ്റും. പിന്നെ ഈ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഓക്കെ, ന്യൂട്ടൺ. ഇനി സമ്പർക്ക ബലമുണ്ട്. സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വസ്തുക്കൾ പരസ്പരം സമ്പർക്കം എന്ന് വെച്ചാൽ തൊടുമ്പോൾ അടുത്തടുത്ത വസ്തുക്കൾ തൊടുമ്പോൾ ഉണ്ടാവുന്ന ബലം ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഇപ്പോൾ തൊടുമ്പോഴല്ലേ ബലം ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ടേബിൾ വലിക്കുകയാണ്, നമ്മൾ തൊടുന്നില്ല, അപ്പോൾ അതെന്താണ്? സമ്പർക്ക ബലമാണ്. അപ്പോൾ നമ്മളൊരു ബോൾ അടിക്കുകയാണ് ബലം കൊടുത്തിട്ട്, ഫുട്ബോൾ ബാറ്റിട്ട് അടിക്കുകയാണ്, അപ്പോഴും നമ്മൾ എന്താണ്? സമ്പർക്കം, തൊടുണ്ട്. അങ്ങനെയുള്ള ബലങ്ങളെയാണ് നമ്മൾ എന്താണ്? സമ്പർക്ക ബലം എന്ന് പറയുക. ഇപ്പോൾ തള്ളലും വലിക്കലൊക്കെ എന്താണ്? സമ്പർക്ക ബലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയോ എന്താണ് സമ്പർക്കരഹിത ബലം? സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സമ്പർക്കം അനുഭവപ്പെടരുത്, വസ്തുമായി സമ്പർക്കത്തിലല്ലാത്ത ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? ഗുരുത്വാകർഷണ ബലം നിങ്ങൾക്കറിയില്ലേ? ഇപ്പോൾ മാങ്ങ, തേങ്ങ ഒക്കെ ഭൂമിക്ക് വീഴുന്ന എന്തുകൊണ്ടാണ്? ഒരു ഗുരുത്വാകർഷണ ബലം ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൂമി അവരൊക്കെ ആകർഷിക്കുന്നുണ്ട്. അത് തൊട്ടിട്ടാണോ? ഭൂമി എന്ത് ചെയ്യും? ഇവിടെയുള്ള ഭൂമി തേങ്ങേൻ്റെ അടുത്ത് പോയിട്ടാണോ? തൊട്ടിട്ടാണോ അങ്ങോട്ട് തള്ളിയിരുന്നത്? ഭൂമി ഇങ്ങനെ അവിടെ പോയിട്ട് തട്ട് കൊടുക്കുകയാണോ? ഭൂമി ഇവിടെയുള്ള ഭൂമി തേങ്ങയുമ്പോൾ പോയി തട്ടുക, മാങ്ങയുമ്പോൾ പോയി തട്ടുക, അങ്ങനെയൊക്കെ തട്ടുണ്ടായില്ല. അത് കാണാൻ പറ്റാത്ത, അവർ തമ്മിൽ തൊടാത്ത ബലമാണ്. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിളും പഠിക്കണം. ഇനി അടുത്തത് ഒരു ബലം കൂടിയുണ്ട്. സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം. പിന്നെ എന്താണ്? ഇതും പ്രധാനപ്പെട്ട തന്നെയാണ് ഘർഷണ ബലം. ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ഘർഷണ ബലമാണ് നമ്മൾക്ക് നടക്കാനൊക്കെ സഹായിക്കുന്നത്. നമ്മൾ വീഴാതെ നടക്കണില്ലേ, അതേപോലെ നമ്മളിപ്പോൾ ഒരു പെന്ന് പിടിക്കുക, പുസ്തകം പിടിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അത് വഴുതി പോകുന്നുണ്ടായില്ല. അതിനൊക്കെ കാരണം എന്താണ്? ഒരു ഘർഷണമാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു വണ്ടി തള്ളുമ്പോൾ നല്ല ബുദ്ധിമുട്ട്, അതായത് ഞാൻ ചോദിക്കുകയാണ്, നല്ല പരന്ന സ്ഥലത്ത് തള്ളാനാണോ സുഖം? നല്ല കുണ്ടും കുഴിയൊക്കെ ഉള്ളിടത്ത് തള്ളാനാണോ സുഖം? നല്ല സ്മൂത്തായി കിടക്കുന്ന പരന്ന സ്ഥലത്ത് തള്ളാനാണ് സുഖം? അതോ ഇങ്ങനെ കുണ്ടും കുഴിയും കുത്തും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു സാധനം തള്ളിക്കൊണ്ടുപോകാനാണോ ബുദ്ധിമുട്ട്? ബിൻസുള്ള സ്ഥലത്ത് നല്ലപോലെ തള്ളിക്കൊണ്ടുപോകും അല്ലേ. അപ്പോൾ എന്താണ്? ഒരു സാധനം ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ ഒരു സാധനം ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഓപ്പോസിറ്റ് തള്ളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഉന്തുമ്പോൾ, ഇവിടുന്ന് ഇങ്ങനെ ഉന്തട്ടെ, നമ്മൾ ഉന്തുമ്പോൾ അത് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരാളിങ്ങനെ ഓപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് ഘർഷണം. ഘർഷണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒറ്റ തള്ളിയാൽ എന്ത് ചെയ്യും? ഒറ്റ അടിക്ക് അത് പോയിക്കോളും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് ഭാരം കൊടുക്കേണ്ട ആവശ്യമില്ല, തള്ളിയാൽ അങ്ങോട്ട് തന്നെ ഓടിക്കോളും. ഇപ്പോൾ ഒരു ബോള് നമ്മൾ ഉരുട്ടി വിട്ട് വിചാരിക്കുക, കുറേ അതിങ്ങനെ ഉരുണ്ട് പോയിട്ട് ലാസ്റ്റ് അവിടെ നിൽക്കണില്ല. അപ്പോൾ ആരോ ഒരാൾ ഇങ്ങനെ അടി കൂടെ തടഞ്ഞതുമല്ല നിന്നിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിട്ട ബോള് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നൂടെ, ഫുള്ള് പോയിക്കൊണ്ടേയിരുന്നൂടെ, പോണിയല്ല. ഒരു ബോൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതിയെ സ്പീഡ് കുറഞ്ഞ് ലാസ്റ്റ് അവിടെ പോയിട്ടുണ്ട് നിൽക്കും. അതിന് കാരണം എന്താണ്? ഒരു ഓപ്പോസിറ്റ് ഒരു ബലം ആരോ ഒരാൾ പ്രയോഗിക്കുന്നുണ്ട്. ആ ബലത്തിൻ്റെ പേരാണ് ഘർഷണ ബലം. ഇപ്പോൾ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ബോളാണെങ്കിൽ ബോളിൻ്റെ പ്രതലം ഒരു തറയിലൂടെ ചലിക്കുമ്പോൾ, മറ്റൊരു പ്രതലം എന്ന് പറഞ്ഞാൽ തറ ആയിക്കോട്ടെ,
ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവരെ തമ്മിൽ ഇപ്പോൾ ഒരു ബോള് തറയിലൂടെ ചലിക്കുകയാണെങ്കിൽ ഈ ചലനത്തെ എതിർക്കുന്ന തരത്തിൽ ആ പ്രതലങ്ങൾക്കിടയിൽ, ഇപ്പോൾ തറയ്ക്കും ബോളിനും ആ പ്രതലങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും, സമാന്തരമായിട്ട് അനുഭവപ്പെടുന്നൊരു ബലമുണ്ട്. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഘർഷണ ബലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുക അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവയുടെ ചലനത്തെ എതിർക്കുന്ന തരത്തിലൊരു അനുഭവപ്പെടുന്നൊരു ബലമുണ്ട്. അതിനെയാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഇപ്പം നിരങ്ങൽ ഘർഷണമുണ്ട്. ഇപ്പോൾ നമ്മളൊരു നിരക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മേശയൊക്കെ നിരക്കി കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു ബെഞ്ചൊക്കെ നിരക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവല് നിരങ്ങൽ ഘർഷണമായിരിക്കും. ഇപ്പോൾ ഉരുട്ടി കൊണ്ടുപോവുകയാണ്, നമ്മൾ ട്രോളിയൊക്കെ ഇല്ലേ, നമ്മൾ ലഗേജൊക്കെ കൊണ്ടുപോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കുന്തിക്കൊണ്ട് ചക്രമുള്ള ട്രോളി, അതൊക്കെയാണെങ്കിൽ എന്താണ്, ഉരുട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ഉരുട്ടുകയാണെങ്കിൽ ഉരുളൽ ഘർഷണമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഘർഷണം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. ഘർഷണം നമ്മൾ വിചാരിക്കും തള്ളാനും കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഈ ഘർഷണം ഇല്ലേ നല്ല സുഖമായിരിക്കുന്നു. നമുക്ക് നടക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ്, ഘർഷണമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ നടക്കുമ്പോഴേക്കിനെ വീഴും. പിന്നെ വസ്തുക്കൾ തമ്മിൽ, ഇപ്പം നമ്മൾ വസ്തുക്കളെ മുറുകെ പിടിക്കാൻ പറ്റണില്ലേ, നമുക്ക് പിടിക്കാൻ പറ്റണതിന് സഹായിക്കുന്ന ആരാണ്, ഘർഷണമാണ്. ഘർഷണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പെണ്ണ് പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല, അത് കയ്യിൽ നിന്ന് പോകും. അതേപോലെ നമുക്ക് നടക്കാൻ കഴിയുന്നത്. പിന്നെ ഈ വാഹനങ്ങളൊന്നും തെന്നാതെ റോട്ടിൽ കൂടെ പോകണില്ലേ, സ്കിപ്പാവാതെ പോകണില്ല, അതിനൊക്കെ കാരണം ആരാണ്, ഘർഷണമാണ്. പിന്നെ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ. ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തേയ്മാനം സംഭവിക്കും. നിങ്ങൾ അത്ര മാത്രം എഴുതിയാൽ മതി. എന്താണ് ദോഷങ്ങൾ എന്ന് ചോദിച്ചാൽ, സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കും. പിന്നെ അവർക്ക് സുഗമമായി പോകുന്ന ചലനത്തിന് തടസ്സം നേരിടും. ഒരു തടസ്സം ഉണ്ടാക്കേണ്ടി വരും, അതാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ തടസ്സം ഉണ്ടാക്കാനും തേയ്മാനം സംഭവിക്കുന്നതൊക്കെ ആരുടെ കാരണമാണ്, ഈ ഘർഷണം കാരണമാണ്. നമുക്ക് പിന്നെ നടക്കാനും പിടിക്കാനും പെണ്ണ് പിടിക്കാനും തെന്നാതൊക്കെ സഹായിക്കുന്നത് ആരാണ്, അതും സഹായിക്കുന്നതും ഘർഷണമാണ്. ചില ദോഷങ്ങളും ഉണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ആലോചിക്കുകയാണ്, ഈ ഘർഷണം കുറയ്ക്കാൻ വല്ല മാർഗം ഉണ്ടോയെന്ന്. അപ്പം അതിലുള്ളൊരു മാർഗ്ഗമാണ് എന്തെന്ന് പറഞ്ഞത്, ഈ സ്നേഹകങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ സൈക്കിളിലൊക്കെ നമ്മൾ ഓടാതെ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ഗ്രീസ് ഇടൂലേ, അതേപോലെ മെഷീനിലൊക്കെ എണ്ണ ഇട്ട് കൊടുക്കൂലേ, അതൊക്കെ എന്താണ്, സ്നേഹകങ്ങളാണ്. ഇപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ആ തടസ്സവും ആ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. ഉദാഹരണം എന്താണ്, എണ്ണ, ഗ്രീസ്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ ഈ സ്നേഹകങ്ങൾ എന്നായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. ബാക്കി നിങ്ങൾക്ക് അവിടെ അതുപോലെ ഘർഷണം എന്നും ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അപ്പം ഘർഷണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന പദാർത്ഥങ്ങളാണെന്ന് എഴുതിയാൽ തന്നെ കിട്ടും മാർക്ക്, സ്നേഹകങ്ങൾ. പിന്നെ അടുത്ത ഗ്രാഫൈറ്റ്. ഇനി ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല പറയരുത്. ഗ്രാഫൈറ്റ് പറഞ്ഞാൽ ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ്. അപ്പോൾ ഇതെവിടെ ഉപയോഗിക്കുക, നല്ല ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങളില്ലേ, അവിടെ നമുക്ക് വെള്ളം പോലത്തെ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ആവിയായി പോവില്ലേ. അപ്പോൾ നമ്മൾ ഖര രൂപത്തിലുള്ളതാണ് ഉപയോഗിക്കുക. ഖര എന്ന് പറഞ്ഞാൽ കട്ട പോലെ ഇരിക്കുന്നത്, അതാണ് ഉപയോഗിക്കുക. അപ്പോൾ ആരാണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുക, നമ്മൾ ഗ്രാഫൈറ്റ്. അപ്പോൾ ഒരു വൺ വേർഡിലൊക്കെ ചോദിച്ച് വിചാരിക്കുക, ABCD ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കൂലേ, അപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കുമ്പോൾ ആരാണ്, ഗ്രാഫൈറ്റ്. പിന്നെ അടുത്തത് ധാരാരേഖിതമാക്കൽ. അതെന്താ അറിയോ, ഈ ദർശനമല്ല കേട്ടോ, സ്പെല്ലിംഗ് ആണ്, ഘർഷണമാണ്. അപ്പോൾ ഈ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലതിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുത്തും. ചില ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലതൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരുത്തും. അത് എന്ത് വേണ്ടിയിട്ടാണ്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുക, ധാരാരേഖിതമാക്കൽ എന്ന് പറയുക. എന്താ പറയൽ, ധാരാരേഖിതമാക്കൽ. അപ്പോൾ വിമാനം, അതേപോലെ തന്നെ തോണി എന്നിവയുടെയൊക്കെ ആകൃതിയുടെ കാരണം, അവരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, വിമാനം ഇങ്ങനെ ഇരിക്കുന്നത്, തോണി ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആകൃതിയുടെ കാരണം എന്താണ്, ധാരാരേഖിതമാക്കൽ. കുറച്ച് ടേമാണ് ബുദ്ധിമുട്ടുള്ളൂ, കേൾക്കാത്തുള്ളൂ, പക്ഷെ എന്താണെന്ന് സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഘർഷണം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഘർഷണം കുറയ്ക്കാൻ
നമ്മൾ പറഞ്ഞില്ലേ എണ്ണ ഇടലൊക്കെ, അതാണ് സ്നേഹകങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ചക്രമുള്ള ട്രോണികൾ ഉപയോഗിക്കുക. നമ്മളോട് ഒരു സാധനം ഒരു ബാഗ് തള്ളാൻ തള്ളാൻ ബുദ്ധിമുട്ടാവില്ല, എന്നാൽ അതിന് ചക്രം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ചക്രമുള്ള ട്രോളികൾ ഉപയോഗിക്കുക. ഇനി ഇപ്പോൾ പാഠം കഴിഞ്ഞ് ഇനി വിലയിരുത്താമിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ വിലയിരുത്താമത്തെ ക്വസ്റ്റ്യൻസ് നോക്കി, ആ വിലയിരുത്താമത്തെ ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യനായിട്ട് ചിലപ്പം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എഴുതേണ്ടി വരും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാറ് എന്ത് ചെയ്യാണ്, ഒരു കാറ് എന്ന് പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യുക ബിയിലെത്തുന്നു. അപ്പോൾ പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബിയിലെത്തുന്നു. കാറിൻ്റെ വേഗം പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, ഇപ്പോൾ 25 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം എത്രയാണ്, 75 മീറ്റർ. അങ്ങനെ എഴുതണം ഒരു സ്റ്റെപ്പ്. പിന്നെ രണ്ടാമത്തെ എഴുതേണ്ടതാ കാറിൻ്റെ വേഗം, അത് എഴുതിയിട്ട് 25 മീറ്റർ/സെക്കൻഡ് ഇങ്ങനെയൊക്കെ എഴുതാം. പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്, 30 മീറ്റർ/സെക്കൻഡ് വേഗതയുള്ള മറ്റൊരു കാർ, വേറൊരു കാറ്. 2 കാറുണ്ട്. ഒരു കാർ എന്ന് ബിയിലേക്ക് ഇങ്ങനെ പോകുന്നു, അതിൻ്റെ വേഗത 25 മീറ്റർ/സെക്കൻഡ് ആണ്. എത്ര ദൂരം ഉണ്ട്, 75 മീറ്റർ. വേറൊരു കാർ എന്ത് ചെയ്യുന്നു, 30 മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ വേഗത. അത് എങ്ങനെയാണ് പോകുന്നത്, എയിൽ നിന്ന് സിയിലെത്തിയിട്ടാണ് ബിയിലെത്തുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആർക്കാണ് വേഗത. അപ്പോൾ വേഗത കാണാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ. വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി, ദൂരത്തിന് സമയം കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രമാണ് നമ്മൾക്ക് അറിയാം. അപ്പോൾ പക്ഷേ വേഗത ഇവിടെ തന്നിട്ടുണ്ട്, വേഗത തന്നിട്ടില്ലേ, ദൂരം തന്നിട്ടുണ്ട്. ദൂരം തന്നിട്ട് ഈ 50 70 കൂടി കൂട്ടി ഇവിടുത്തെ ദൂരം കിട്ടിയില്ല, ഇത് 75 ഡയറക്റ്റ് തന്ന്. ഈ ചിത്രം ഉണ്ട് കേട്ടോ ടെക്സ്റ്റിൽ. അപ്പോൾ നമുക്ക് കാണണ്ട് ആദ്യം ആരെത്തുന്നു നോക്കൽ എങ്ങനെയാണ്, ടൈം കുറവുള്ള ആൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല സ്കൂളിലേക്ക് വരാൻ പറഞ്ഞാൽ ആര് എത്ര വേഗത എത്തുന്നു, സമയം കുറയുള്ള ആളാണ്. അപ്പോൾ സമയം കാണണ്ടേ, സമയം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ സമയത്തിന് മുകളിലേക്ക് ഇടുമ്പോൾ ഈ വേഗത താഴത്തേക്ക് വരില്ലേ. സമയം താഴെയുള്ള ആൾ ഇവിടെ എത്തുമ്പോൾ മുകളിലേക്ക് പോവും, ഈ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോവും, മുകളിലുള്ള ആൾ എന്താ ഇപ്പുറത്തേക്ക് വരുമ്പോൾ താഴത്തേക്കും ചാടും. അങ്ങനെയാണ് ഇക്വേഷന് മാറ്റുക. നമുക്ക് സമയമാണ് കാണണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആകെ അറിയുന്ന ഇക്വേഷൻ എന്താണ്, വേഗത മാത്രം കാണാതെ പഠിച്ചേക്കുക. എന്ത്, ദൂരം ബൈ സമയം. എന്നിട്ട് ഇതിന്ന് ഏതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടൊക്കെ ദൂരമാണ് തന്നിട്ടുള്ളത്, മീറ്ററിൽ തന്നിട്ടുള്ള ആരാണ്, ദൂരം തന്നിട്ടുണ്ട്. പിന്നെ സമയം തന്നിട്ടില്ല, ആരാണ് വേഗം എത്തുന്നതെന്ന് ചോദിച്ചത്, ചോദ്യമാണ് സമയം കണ്ടുപിടിക്കാൻ. പിന്നെ വേഗതയും തന്നിട്ടുണ്ട്. അപ്പോൾ സമയം കാണാൻ എന്ത് ചെയ്യുക, ഈ സമത്തിൻ്റെ അപ്പുറത്തേക്ക് സമയത്ത് ഇട്ടെടുത്തിട്ട് വേഗതനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗത എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ താഴത്തേക്ക് പോകും, സമത്തിൻ്റെ അപ്പുറം ചാടുമ്പോൾ താഴെയുള്ള ആൾ എന്ത് ചെയ്യും, മുകളിലേക്ക് ഓടും. അപ്പോൾ സമയം കണ്ടില്ല എങ്ങനെയാണ് കാണാം, ഇക്വേഷൻ വെച്ചിട്ട് സമയം കാണാൻ എങ്ങനെ, ദൂരം ബൈ വേഗത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന കാറ്, അതിന് 75 മീറ്റർ വേഗത കൊണ്ട് ഹരിച്ചാൽ എന്ത് ചെയ്യും, വേഗത കൊണ്ട് ദൂരം 75, 25 വേഗത ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 3 സെക്കൻഡ് കിട്ടും. ഹരിച്ച് നോക്കട്ടെ, 75നെ 25 ഹരിച്ചാൽ 3 സെക്കൻഡ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കാറ് 3 സെക്കൻഡ് എടുക്കും. മറ്റാൾ എന്ത് ചെയ്യും, വളഞ്ഞ് ചുറ്റിപ്പോയ ആളെന്ത് ചെയ്യും, എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നു, ബിയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, എയിൽ നിന്ന് സിയിലേക്ക് എത്തുന്നു, പിന്നെ ബിയിലെത്തുന്നു. ഇയാൾക്ക് എത്രയുണ്ട്, 50 70 കൂടി കൂട്ടിയാലാണ് ടോട്ടൽ ദൂരം കിട്ടുക അല്ലേ. ആ ദൂരത്തിന് എന്തായിട്ടായിരിക്കണം, സ്പീഡ് 30 തന്നിട്ടുണ്ട്, അതായിട്ട് അരിച്ചാൽ എത്ര കിട്ടും, 4 കിട്ടും. ഇയാൾക്ക് 4 സെക്കൻഡ് വേണം, മറ്റാൾക്ക് 3 പോരെ. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കാറായിരിക്കും എയിൽ നിന്ന് ഡയറക്റ്റ് പോയ ആളായിരിക്കും പെട്ടെന്ന് എത്തുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഒരു ബസ് സിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് എവിടെ എത്തണം, ഡിയിലെത്തുകയാണ്. എത്ര സെക്കൻഡ് കൊണ്ട്, 7 സെക്കൻഡ് കൊണ്ട് എത്തുന്നു. വേഗത സമവേഗം പറയും. സമവേഗം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ഒരേ ഇടവേളയിൽ ഒരേ ദൂരം സഞ്ചരിക്കുകയാണ്. എത്രയാണ്, 50 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഇവയ്ക്കിടയിലുള്ള ദൂരമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ദൂരം കാണാൻ, അപ്പോൾ നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ എന്താണ്, വേഗതനെ മാത്രം പഠിക്കുക, വേഗത എന്താണെന്ന് മാത്രം പഠിക്കുക, ദൂരം ബൈ സമയം. അപ്പോൾ ദൂരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദൂരത്തിന് ഒറ്റ സൈഡിലാക്കിയിട്ട് ദൂരത്തിനൊപ്പം ഈ സമയത്തിന് ഇങ്ങോട്ട് ചാടിക്കുക. അപ്പോൾ സമയം താഴെയുള്ളത് ഇവിടെ എത്തുമ്പോൾ എന്താവും, മോളിക്കാവും. അപ്പോൾ വേഗതനെ ഈ സമയം കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും, നമ്മളെ ദൂരം കിട്ടും. ദൂരം കാണാൻ എന്ത് ചെയ്യുക, ഗുണിക്കലാണ്.
ബാക്കിയുള്ളതൊക്കെ എന്താണ് ഹരിക്കലാണ്. നമ്മൾ വേഗത കാണാൻ പറഞ്ഞപ്പോൾ ഹരിക്കല്ല, ദൂരത്തിന് സമയം കൊണ്ട് ഹരിക്കണം. ഇനി സമയം കാണാൻ പറഞ്ഞാലും ദൂരത്തിന് ഹരിക്കണം. അപ്പോൾ ദൂരമാണ് വലുത്, അപ്പോൾ ദൂരം എപ്പോഴും മുകളിലായിരിക്കും. ദൂരം ബൈ ഹരിക്കുകയാണ്. പിന്നെ ദൂരം കാണാൻ പറയുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 50 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. അപ്പോൾ ഗുണിച്ച് നോക്കിയാൽ 5 7 35 350 മീറ്ററിന് കിട്ടും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടിയുള്ളൂ. 12,000 മീറ്റർ അകലെയുള്ളൊരു ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇടിമുഴക്കത്തിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒക്കെ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ദൂരം തന്നിട്ടുണ്ട്, വേഗം തന്നിട്ടുണ്ട്, നമ്മൾ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദിച്ചത്. അപ്പോൾ സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതിയേക്ക്, വേഗത = ദൂരം ബൈ സമയം. അപ്പോൾ സമയമാണ് കാണേണ്ടത്, ഹരിക്കുകയല്ല ചെയ്യുക. ആരായിരിക്കുക, ദൂരത്തിനെയാണ് ഹരിക്കേണ്ടത്. എന്തായിട്ട് ഹരിക്കണം, ദൂരത്തിന് നമുക്ക് തന്ന വേഗത കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സമയം കിട്ടും. സമയം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദൂരത്തിന് വേഗത കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമ്മൾ അരിച്ച് നോക്കുമ്പോൾ ഈ ഉത്തരം കിട്ടും. നിങ്ങൾ അരിച്ച് നോക്കണം, ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ആ പദസൂര്യം പൂർത്തിയാക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുകയെന്ന്, ആകൃതി മാറ്റാൻ, ദിശ മാറ്റാൻ, നിശ്ചലമാക്കാനൊക്കെ പഠിച്ചില്ലേ, അതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, കഴിഞ്ഞു. അപ്പോൾ ഇത് കംപ്ലീറ്റ് പഠിക്കുക. താങ്ക് യു.